TV പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ രണ്ട് വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ അവഗണനയെക്കുറിച്ച് മുഖ്യമന്ത്രി വാചാലനായി. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന അതിശക്തമായ വിമർശനം എന്നുള്ളത് കേന്ദ്രത്തെ കുറ്റം പറയേണ്ട എന്നുള്ളതാണ്. സംസ്ഥാനത്തോട് വിഡ്ഢികളാക്കുകയാണോ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ടോ? സ്മൃതി, നമ്മൾ കേട്ടതുപോലെ ഈ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഫണ്ട് കിട്ടാത്ത കാര്യം വളരെ വിശദമായി പ്രതിപാദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഏതാണ്ട് പകുതിയിലേറെ സമയം അതിനുവേണ്ടിയാണ് നീക്കിവെച്ചതെങ്കിൽ പോലും ഹൈക്കോടതിയുടെ വിമർശനങ്ങളെ മുഖ്യമന്ത്രി കണ്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും. കേന്ദ്രം ഫണ്ട് നൽകാത്തതിനെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. സമീപകാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായ ചില സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറയുകയും ചെയ്തു. അതായത് ത്രിപുര, ആന്ധ്രാപ്രദേശ്, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പണം നൽകിയപ്പോൾ എല്ലാ റിപ്പോർട്ടും നൽകിയ കേരളത്തെ കേന്ദ്രം അവഗണിക്കുകയാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുണ്ടക്കൈയിൽ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ഒരുപാട് കളവ് പറയാൻ ശ്രമിക്കുന്നു. വ്യാജമായ കാലാവസ്ഥാ റിപ്പോർട്ട് വരെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ കേന്ദ്രത്തെ പൂർണ്ണമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ശ്രുതി പറഞ്ഞതുപോലെ ഹൈക്കോടതിയിലെ വിമർശനങ്ങളെക്കുറിച്ച് പറഞ്ഞതുമില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് കൂടുതൽ സമയം ചെലവഴിച്ചത് രണ്ട് വികസന പദ്ധതികളിലൂന്നിയാണ്. അതിലൊന്ന് വിഴിഞ്ഞം പദ്ധതിയും രണ്ട് സ്മാർട്ട് സിറ്റിയുമാണ്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനാണ് പ്രധാനമായും മുഖ്യമന്ത്രി സമയം കണ്ടെത്തിയത്. അതായത് ഈ നഷ്ടപരിഹാരം തുരിച്ചു നൽകുന്നു എന്ന രീതിയിൽ അല്ല അതിനെ കാണേണ്ടത്, മറിച്ച് അവരുടെ ഓഹരി മുതൽ മുടക്കം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 246 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കുക എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായാണിത്. പുതിയ ഒരുപാട് കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അവർക്ക് ആവശ്യമായത്ര സ്ഥലം കൊടുക്കാൻ, ഭൂമി കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവർക്ക് ഭൂമി വിതരണം ചെയ്ത് വികസനവുമായി മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം എന്നുള്ളതാണ് സ്മാർട്ട് സിറ്റിയെക്കുറിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. അതോടൊപ്പം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പക പോക്കുകയാണ് എന്ന വാക്കാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, ആ പണം തരാൻ കഴിയില്ല, അത് തന്നാൽ തന്നെയും തിരിച്ചടവ് രീതിയിലാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന് ഏതാണ്ട് 10,000 മുതൽ 12,000 കോടി രൂപ വരെ തിരിച്ചടക്കേണ്ട അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിഴിഞ്ഞം പദ്ധതിക്ക് ഇതിനകം തന്നെ ഏതാണ്ട് 4,778 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ വിഹിതമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം തരേണ്ടത് നേരത്തെ തൂത്തുക്കുടി പോർട്ടിന് കൊടുത്ത VGF എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് തരാത്തത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉയർത്തുകയുണ്ടായി. അങ്ങനെ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ, അതുപോലെ വിഴിഞ്ഞം പദ്ധതി, സ്മാർട്ട് സിറ്റി, ഇതിൽ മൂന്നിലും ഊന്നിയുള്ള വാർത്താ സമ്മേളനമാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്. ശരി പ്രസാദ്.